ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രം പോയതിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇത് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നമ്മളുടെ സെക്കൻഡ് ഡേ ഡെസ്റ്റിനേഷനായിട്ടുള്ള പൂവാർ ഐലൻഡിലേക്കാണ്. ഒരുവിധം എല്ലാവരും പോയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഈ സ്ഥലം ആക്ച്വലി റെക്കമെൻഡ് ചെയ്തത് എൻ്റെ ഓഫീസിൽ എൻ്റെ കൂടെയുള്ള സ്റ്റാഫാണ്. അപ്പോൾ നല്ല അടിപൊളിയാണ് അവിടെ പോയാൽ എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എത്തി. അപ്പോൾ നമുക്കൊരു ബോട്ട്, അതായത് 8 പേരടങ്ങുന്ന ഒരു ബോട്ടിന് നമുക്ക് 2500 ആണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ കാണിച്ചിരിക്കുന്ന എല്ലാ സ്പോട്ടിലേക്കും, അതായത് ഒരു 1.5 hours ട്രാവൽ വെള്ളത്തിലൂടെ, അതാണ് അവർ നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വിത്ത് ബീച്ചും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് എല്ലാതും പറഞ്ഞെന്ന് നമുക്കൊരു 3/4 മണിക്കൂറുള്ള ഡിലേ ഉണ്ടായിരുന്നു, കാരണം ബോട്ടും കാര്യങ്ങളും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇത്ര കൂടുതൽ ടൈമൊന്നും ഞാൻ ആക്ച്വലി വെള്ളത്തിൽ അങ്ങനെ, അതായത് ട്രാവൽ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും കൂടി എല്ലാവരും കൂടെ ആണല്ലോ, അതായത് എല്ലാവരും പോന്നു, അച്ഛന്മാരൊഴികെ, അതായത് എൻ്റെ അച്ഛനും ഉണ്ണേൻ്റെ അച്ഛനും ഒഴികെ ബാക്കി ഞങ്ങൾ എല്ലാവരും കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നല്ല സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ വന്നു. നമുക്കത് വന്നതിൻ്റെ പിന്നാലെ തന്നെ നമ്മളുടെ ബോട്ടും കാര്യങ്ങളും എത്തി. നമ്മളങ്ങനെ കയറി. ഒരു ഗാർഡ്, അതേപോലെ ഗാർഡ് കം ആ ബോട്ടിനെ ഇൻസ്ട്രക്ട് ചെയ്യാൻ ഒരാൾ, അങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോയി. അപ്പോൾ കുറേ ആൾക്കാർ ഓരോ ബോട്ടിലായിട്ട് ഇഷ്ടം പോലെ വിസിറ്റേഴ്സ് ഉണ്ട് അവിടെ. അപ്പോൾ നമുക്ക് ആ വണ്ടിയിലുള്ള പയ്യൻ തന്നെ നമുക്ക് എല്ലാതും ഇങ്ങനെ പറഞ്ഞു തരും, അതാണ്. ആക്ച്വലി ഞാനിപ്പോൾ മറന്നുപോയി. ഗൈസ്, നിങ്ങൾ പോവാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടൈം ആണെങ്കിലും മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ട്രിവാൻഡ്രത്തുള്ള പൂവാർ ഐലൻഡ് പറഞ്ഞത്. എന്തോ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണെന്നറിയോ. എങ്ങനെ എനിക്കത് പറഞ്ഞ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അത് എത്രത്തോളം കൺവീൻസ്ഡ് ആവും എന്നുള്ള കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കറിയില്ല. പക്ഷേങ്കിൽ നമുക്ക് നേരിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ അനാക്കോണ്ട മൂവിയൊക്കെ കാണുമ്പോൾ ഒരു ആമസോൺ കാട്ടിൻ്റെയൊക്കെ ഇടയിൽ കൂടെ പോയില്ലേ, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ഉണ്ടായിരുന്നത്. കുഞ്ഞി കണ്ടൽ ചെടികളാണെങ്കിലും ബാക്കി എന്തൊക്കെയോ മരങ്ങളാണെങ്കിലും, അവരെന്തൊക്കെയോ മരങ്ങളെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കൂ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സ്ഥലങ്ങൾ കാണുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് അങ്ങനെയാണ്. പിന്നെ ഇവിടെ നമ്മൾ നേരെ പോയിട്ട് നമ്മൾ അറബിക്കടലിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്, അതായത് കായലും കടലും കൂടെ ജോയിൻറ്റ് ചെയ്യുന്നൊരു സ്ഥലം. അവിടെ പോയിട്ടാണ് നമ്മൾ നിൽക്കുക. അതിൻ്റെ നമുക്ക് അവിടെ ബീച്ചിൽ നമുക്കൊരു 20 മിനിറ്റ് സംതിങ് നമുക്കവിടെ സ്പെൻഡ് ചെയ്യാനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അത്ര ടൈമാണ് കിട്ടുന്നത്. ഇത് കുറേ നേരം ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് യാത്ര ഉണ്ട്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് അറബിക്കടലിൻ്റെ ആ തീരത്തേക്ക് എത്താനായിട്ടുണ്ട്. അവിടെ ഫ്ലോട്ടിങ് ഹണിമൂൺ കോട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബീച്ചിൻ്റെ അടുത്ത് എത്തി. നല്ല ഉച്ച നേരത്തെ എത്തിയോണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്ത് നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ തിരിച്ചു പോരുമ്പോൾ ഒരു എലിഫൻറ്റ് റോക്ക്, പക്ഷേ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു ആനയായിട്ട് തോന്നും, പക്ഷെ നല്ല ഭയങ്കര ഒരു പാറയായിരുന്നു കേട്ടോ. അതേപോലെ നമ്മൾ ഫോർട്ടിങ് ഹണിമൂൺ കോട്ടേജും കാര്യങ്ങളൊക്കെ കണ്ടവിടെ തിരിച്ചു പോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ട്രിവാൻഡ്രമിൻ്റെ വിശേഷങ്ങൾ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ സ്ഥലം പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.